Hello friends, welcome to the channel. goodhappenshere ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡ്രോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ തമ്പനയിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. DJIൻ്റെ ഒരു ഡ്രോണാണ്, ഡ്രോണാണ്. ഇതെപ്പോഴും തെറ്റിപ്പോവും. ഇന്ത്യയിലെ ചിപ്പ് വരുന്ന ഒരു ഡ്രോണാണ്. ആക്ച്വലി ഇത് പ്രൊഫഷണൽ ഡ്രോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ഒരു സ്പെക്സ് ഒക്കെ ഉള്ളൊരു മറ്റേ പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു 12,000 റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബൂസ്റ്റർ പാക്ക് എന്നൊരു വേറെ പാക്ക് ഉണ്ട്, അതിനാണെങ്കിൽ ഒരു 15-14 റേഞ്ച് വരും. ഇതിൽ നമുക്കിപ്പോൾ ഒരു ബാറ്ററി മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേതാണെങ്കിൽ ഒരു 3 ബാറ്ററി എക്സ്ട്രാ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു 720p നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് നമുക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞല്ലോ, പ്രൊഫഷണൽ ക്യാമറ അല്ല, ഡ്രോണല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. ഒരു ടോയ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈസൻസിൻ്റെയും എക്സ്ട്രാ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കണ്ട, അത് ഓണാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ബോക്സിലേക്ക് തന്നെ ഫസ്റ്റ് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്ത്യൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, അതുപോലെ സ്ക്രാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ടെല്ലോ, അതിൻ്റെ മോഡലിൻ്റെ പേരുണ്ട്, ടെല്ലോ ആണത്. ഫീൽ ദ ഫൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പവർഡ് ബൈ DJI ബ്രാൻഡാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു റോബോട്ട്സും അതുപോലെ ഡ്രോൺസും അങ്ങനത്തെ ക്യാമറ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ചൈനീസാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് സീരിയൽ നമ്പറും അതുപോലെ മെയ്ഡ് ഇൻ ചൈന, അതുപോലെ കുറച്ച് സർട്ടിഫിക്കേഷനും 19,999 പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവൈലബിൾ പ്രൈസ് 12,000 റേഞ്ചിലാണ്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കിത് ആമസോണിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ സ്റ്റിക്കറാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്ക്ലൂസീവ്ലി ബൈ ICI മേക്കിംഗ് ലൈഫ് ഈസി എന്നൊരു സൈറ്റാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടെല്ലോൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നുമില്ല. നമുക്ക് ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ അധികം കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൂ. ഇവിടെ ആയിട്ട് ഒരു 13 മിനിറ്റ് ഫോക്കസ് ആവട്ടെ, 13 മിനിറ്റ് ഫ്ലൈറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രെസൈസ് ഹോവറിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5MP ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റിമുലേഷൻ ഉള്ളതാണ്. 720p HD ട്രാൻസ്മിഷനാണ്. മൾട്ടിപ്പിൾ ഫ്ലൈറ്റ് മോഡ്സ് ഉണ്ട്. പിന്നെ ഈസി ഓപ്പറേഷൻ, പ്രോഗ്രാമബിൾ ആണ്. ആക്ച്വലി ഇത് നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വെച്ചാൽ വേറെ ആൾക്കാർക്ക് പ്രോഗ്രാമിങ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. SDK ആപ്പല്ല, പ്രോഗ്രാമിങ് വെച്ചിട്ട്. പിന്നെ ടെല്ലോൻ്റെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഗൂഗിൾ പ്ലേയും ആപ്പ് സ്റ്റോറും. 14+ ഏജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ മാനുഫാക്ചറിങ് അഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും സീൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് സീൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ ഒരു സ്റ്റിക്കറാണ്, നമുക്ക് സ്റ്റിക്കർ പൊളിക്കാൻ തൽക്കാലം കട്ട് ചെയ്യണ്ട. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇതിൻ്റെ ബൈയിങ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. ആമസോൺ ലിങ്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഒന്നും പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് വാങ്ങാം. പിന്നെ അതിൻ്റെ സീല് അത് നമുക്ക് പാക്കേജ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റും ഒരു ഓറഞ്ചും കളറായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കാർഡ്ബോർഡ് ബോക്സ് പോലെയാണ്. ആക്ച്വലി ഇത് പ്രൊട്ടക്ഷൻ വെച്ച് വരുന്നതാണ്, വേറെ ഒന്നും ഇല്ല ഇതിൽ തുറന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെയാണ് വരുന്നത്. ഒരു ചെറിയ സംഭവമാണ് കേട്ടോ. ആക്ച്വലി ഇതാണ് ഡ്രോൺ. ഭയങ്കര കുട്ടി സാധനമാണ്, പക്ഷെ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. അതുപോലെ ക്വാളിറ്റി വൈസൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ബാറ്ററി എടുക്കാം. ഒരു ചെറിയ ബാറ്ററിയാണ്. ഞാനതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണണ്ടായിരിക്കും. ഒരു റീചാർജബിൾ ലിഥിയം ബാറ്ററി തന്നെയാണ് വരുന്നത്. 11,000 mAh ആണ് വരുന്നത് ബാറ്ററി. പിന്നെ ഇതിൻ്റെ ഓൾറെഡി പ്രൊപ്പല്ലറൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സിൽക്ക ജെല്ലുണ്ട്. പിന്നെ ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്. നമുക്ക് ഗാർഡിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു കേബിള് മൈക്രോ USB ആണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ മറ്റേ മൈക്രോ USB വേറെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അത് ആവശ്യമില്ല. പിന്നെ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതെന്ത് വേറെ ഭാഷയിലൊക്കെ എഴുതിയത്. പിന്നെ ഒരു മാനുവലായിട്ട് ഒരു ബുക്കും വേറെ തന്നിട്ടുണ്ട്. അതും മൾട്ടിപ്പിൾ ലാംഗ്വേജിലുള്ളതാണ്, നമുക്ക് ആവശ്യമില്ല. പിന്നെ വരുന്നത് ഒരു പ്രൊപ്പല്ലർ, നമുക്ക് ഫാൻ പറഞ്ഞാൽ അത് കുറച്ച് എക്സ്ട്രാസ് വന്നിട്ടുണ്ട്, പൊട്ടിപ്പോയാലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് ബാറ്ററി ഇവിടെ ചുറ്റുന്നുണ്ടല്ലോ. ഇവിടെ ബാറ്ററി ഇട്ട് നമുക്കൊന്ന് കുറച്ച് ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്ത് തിരിച്ചു വരാം.